മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷം ഇന്ന് നഗര ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. തങ്ങളുടെ കാടുകൾക്കിടയിൽ തങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട പക്ഷികളും പ്രാണികളും പലപ്പോഴും മനുഷ്യൻ പണിതുയർത്തിയ കൂറ്റൻ കെട്ടിടങ്ങളിൽ അഭയം പ്രാപിക്കാറുണ്ട്. മുംബൈയിലെ ഒരു ആഡംബര ഫ്ളാറ്റിൽ നടന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നതും ഈ സംഭവമാണ്. ഒരു വിനോദ വീഡിയോ എന്ന നിലയിൽ പങ്കുവെക്കപ്പെട്ട ദൃശ്യങ്ങൾ ഇന്ന് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും നഗരങ്ങളിലെ കീടനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചുമുള്ള ഗൗരവകരമായ സംവാദമായി മാറിയിരിക്കുന്നു. മുംബൈയിലെ ഒരു ബഹുനില കെട്ടിടത്തിന്റെ 31ാം നിലയിലാണ് സംഭവം നടന്നത്. ഫ്ളാറ്റിലെ താമസക്കാരിയായ റുമ എസ് ഫൗമിക് തന്റെ ബാത്റൂം ജനലിലൂടെ പുറത്തെ ചുവരിൽ കണ്ട കൂറ്റൻ തേനീച്ചക്കൂടിന്റെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പെസ്റ്റ് കൺട്രോൾ വിഭാഗത്തിൽ നിന്നുള്ള തൊഴിലാളികൾ വളരെ അപകടകരമായ രീതിയിൽ ഉയരത്തിൽ തൂങ്ങിക്കിടന്ന തേനീച്ചക്കൂട് നീക്കം ചെയ്യുന്നതായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം. ആദ്യ നോട്ടത്തിൽ സാഹസികമെന്ന് തോന്നുന്ന ഈ വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് 2 മില്യണിലധികം ആളുകളാണ് കണ്ടത്. 31ാം നിലയിലെ കഠിനമായ കാറ്റിലും ഉയരത്തിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ദൃശ്യങ്ങൾ പലരിലും കൗതുകമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ റുമ പങ്കുവെച്ച രണ്ടാമത്തെ വീഡിയോ പുറത്തു വന്നത് ഈ സാഹസികതയുടെ മറ്റൊരു വശം വെളിപ്പെട്ടു. നിർമ്മാണം പൂർത്തിയായ ശേഷം റുമ പങ്കുവെച്ച വീഡിയോ ഫ്ളാറ്റിന്റെ തറയിൽ കുന്നുകൂടി കിടക്കുന്ന ഫോട്ടോ തേനീച്ചകളുടെ ദൃശ്യങ്ങളായിരുന്നു. പുകയും രാസവസ്തുക്കളും ഉപയോഗിച്ചുള്ള നീക്കം ചെയ്യൽ പ്രക്രിയയിൽ തേനീച്ചകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയായിരുന്നു. 2 കൂട്ടർക്കും അത്ര നല്ലതല്ലാത്തൊരു പ്രക്രിയ ആദ്യമായാണ് കാണുന്നത് എന്ന റുമയുടെ കുറിപ്പ് ആ ദൃശ്യങ്ങളുടെ ഭീകരത വ്യക്തമാക്കുന്നതായിരുന്നു. പെസ്റ്റ് കൺട്രോൾ ടീം സ്വീകരിച്ച മാർഗങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നത്. തേനീച്ചകളെ തുരത്തുക എന്നതിലുപരി അവയെ കൊന്നെടുക്കുക എന്ന രീതിയാണ് അവിടെ അവലംബിച്ചത്. ഇത് നിയമപരമായും ധാർമ്മികമായും തെറ്റാണെന്ന് പലരും ചൂണ്ടിക്കാട്ടി. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തേനീച്ചകൾ വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല. ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ഭൂമിയിൽ നിന്നും തേനീച്ചകൾ അപ്രത്യക്ഷമായാൽ മനുഷ്യരാശിക്ക് പിന്നെ 4 വർഷത്തെ ആയുസ് മാത്രമേ ബാക്കിയുണ്ടാകൂ. ലോകത്തിലെ 90 വർഷത്തിലധികം ഭക്ഷ്യവിളകളുടെയും പരാഗണം നടക്കുന്നത് തേനീച്ചകൾ വഴിയാണ്. അവ ഇല്ലാതായാൽ ഭക്ഷ്യശൃംഖല തകരുകയും പട്ടിണി പടരുകയും ചെയ്യും. കാടുകളും ചെടികളും പച്ചപ്പോടെ നിലനിൽക്കുന്നത് തേനീച്ചകളുടെ സഹായമായാണ്. തേൻ, മെഴുക് തുടങ്ങിയ തൊഴിലാളികൾക്കപ്പുറം കോടിക്കണക്കിന് വർഷങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ തേനീച്ച അധ്വാന ഫലമായി ഉണ്ടാകുന്നതാണ്. മുംബൈയിലെ ഫ്ളാറ്റിൽ നടന്നത് കേവലം ഒരു തേനീച്ചക്കൂട്ടം നീക്കം ചെയ്യലല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു വലിയ വിഭാഗത്തെ അശാസ്ത്രീയമായി ഇല്ലാതാക്കുകയാണ്. വീഡിയോ വൈറലായതോടെ പെസ്റ്റ് കൺട്രോൾ ഏജൻസികൾക്കെതിരെയും വിമർശനങ്ങൾ ശക്തമായി. ഇത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട ശരിയായ മാർഗങ്ങളെക്കുറിച്ച് വിദഗ്ധർ പല കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തേനീച്ച വളർത്തുകാരുടെ സേവനം പുകയും വിഷവും ഉപയോഗിച്ച് നശിപ്പിക്കുന്നതിന് പകരം കൃത്യമായ പരിശീലനം ലഭിച്ച തേനീച്ചക്കാരെ വിളിച്ചിരുന്നെങ്കിൽ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാമായിരുന്നു. അവർ രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ തേനീച്ചകളെ ബോക്സുകളിലാക്കി പുനരധിവസിപ്പിക്കും. തേനീച്ചകളെ കൊല്ലാതെ മാറ്റിയാൽ ശുദ്ധമായ തേൻ ലഭിക്കുമെന്നത് അധിക ഗുണമാണ്. പെസ്റ്റ് കൺട്രോൾ ഉപയോഗിക്കുന്ന സ്പ്രേകൾ പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഒരുപോലെ ദോഷകരമാണ്. പ്രത്യേകിച്ചും ജനലുകൾക്കരികിൽ ഇത്തരം രാസവസ്തുക്കൾ പ്രയോഗിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമായേക്കാം. എങ്കിലും ഒരു വിഭാഗം ആളുകൾ പെസ്റ്റ് കൺട്രോൾ ടീമിനെ പിന്തുണച്ചും രംഗത്തെത്തി. ഉയർന്ന നിലകളിൽ താമസിക്കുന്നവർക്ക് തേനീച്ചക്കൂടുകൾ വലിയ ഭീഷണിയാണെന്നത് തള്ളിക്കളയാനാവില്ല. ജനലുകൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയും കുട്ടികൾക്കും പ്രായമായവർക്കും തേനീച്ച കുത്തേറ്റാൽ ഉണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ ഭയം കാരണമാണ് പലരും ഏറ്റവും എളുപ്പമുള്ള മാർഗമെന്ന നിലയിൽ പെസ്റ്റ് കൺട്രോളിനെ സമീപിക്കുന്നത്. ഇതൊരു സിനിമ കാണുന്ന ആവേശത്തോടെയാണ് കണ്ടത് എന്നൊരാൾ കമന്റ് ചെയ്തപ്പോൾ മറ്റൊരു വശത്ത് ഈ പ്രക്രിയയെ ഒരു കൂട്ടക്കൊലയോട് ഉപമിച്ചവരുമുണ്ട്. ഏത് കമ്പനിയാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് തങ്ങളുടെ വീടുകളിലും സമാനമായ രീതിയിൽ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടവരും കുറവല്ല. ഇത് സൂചിപ്പിക്കുന്നത് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ ഇന്നും വേണ്ടത്ര അവബോധം എത്തിയിട്ടില്ല എന്നതാണ്. മുംബൈയിലെ ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം വലുതാണ്. വരും കാലങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തേനീച്ചകൾ കീടങ്ങളല്ല, മറിച്ച് നമ്മുടെ മിത്രങ്ങളാണെന്ന അറിവ് സ്കൂൾ തലം മുതൽ നൽകണം. നഗരങ്ങളിൽ തേനീച്ചക്കൂടുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അവയെ സുരക്ഷിതമായി മാറ്റാൻ സർക്കാർ തലത്തിൽ ഹെൽപ്പ് ലൈനുകളോ അംഗീകൃത ഏജൻസികളോ ഉണ്ടാവണം. ഫ്ളാറ്റ് അസോസിയേഷനുകൾ പെസ്റ്റ് കൺട്രോളിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് പരിസ്ഥിതി സൗഹാർദ്ദപരമായ രീതികൾ ആലോചിക്കണം. നഗരവൽക്കരണം ഒഴിവാക്കാനാവാത്ത ഒന്നാണ്, എന്നാൽ അത് പ്രകൃതിയുടെ നാശത്തിൽ ഊന്നിയാവരുത്. 31ാം നിലയിലെ ആ ദൃശ്യങ്ങൾ വെറും ഒരു കൗതുക കാഴ്ചയായി കണ്ട് തള്ളിക്കളയരുത്. ഭൂമിയിലെ അവസാനത്തെ തേനീച്ചയും മരിച്ചു വീഴുമ്പോൾ മനുഷ്യനും ഇല്ലാതാകുമെന്ന സത്യം നാം ഓർത്തിരിക്കണം. റുമ പകർത്തിയ ആ വീഡിയോയിലെ ചത്തുവീണ തേനീച്ചകൾ മനുഷ്യന്റെ അറിവില്ലായ്മയുടെയും സ്വാർത്ഥതയുടെയും ഇരകളാണ്. ഭാവിയിൽ ഇത്തരം വാർത്തകൾ ആഘോഷിക്കപ്പെടുന്നതിന് പകരം തേനീച്ചകളെ സുരക്ഷിതമായി പുനരധിവസിപ്പിച്ചുവെന്ന ശുഭവാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസന മാതൃകയാണ് നമുക്ക് ആവശ്യം.